മരിച്ചത് ഭർത്താവാണെങ്കിൽ അകത്ത് കട്ടിലിൽ കമന്ന് കിടന്ന് നമ്മളെ പെണ്ണ് കരയുന്നുണ്ടാകും. ഇക്കാങ്ങൾ ഇന്നെ വിട്ടുപോയി, എന്നെയും കൂടി ഇങ്ങൊക്കെ കൊണ്ടുപോയിക്കൂടായിരുന്നോ, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാക്കാൻ ജീവിക്കുക എന്ന് ചോദിച്ച് ഭാര്യ കമന്ന് കിടന്ന് ഏങ്ങി കരയുന്നുണ്ടാകും. വിവരമറിഞ്ഞ് കെട്ടിച്ചു വിട്ട മക്കള് വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് അലമുറയിട്ട് പൊട്ടിക്കരയുമ്പം കുടുംബക്കാരും ബന്ധുക്കളും അമ്മമാരും ഒക്കെ മക്കൾ എങ്ങനെയോ അണച്ചുകൂട്ടിയിട്ട് ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്തുണ്ട് ചാക്കിയിട്ടുണ്ടാകും. ആൺമക്കള് വാപ്പാന്റെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ടാകും. ജ്യേഷ്ഠനും അനിയനും ഒക്കെ വീട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്നുണ്ടാകും. മഹല്ല് കമ്മിറ്റിക്കാരനോ നാട്ടിലുള്ള ചെറുപ്പക്കാരനോ സേവനം ചെയ്യുന്നവരോ 4-5 ഷീറ്റുകൾ താറപ്പായകൾ വാടകക്കെടുത്ത് വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വലിച്ചു കെട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ആ ശബ്ദേ മരിച്ച വീട്ടില് പിന്നെ ആദ്യം നമ്മൾ കേൾക്കൂ, ആ ഭാഗം കയറ് പ്ലാവുമൊക്കെ കെട്ടിക്കോ, ഈ ഭാഗം തെങ്ങുമൊക്കെ കെട്ടിക്കോ, വെയിൽ മുറ്റത്തേക്ക് വരാത്ത നിലക്ക് ആ ഷീറ്റ് കെട്ടണം എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ വാടകക്കെടുത്ത 10-25 ചെയറുകൾ വീട്ടില് മുറ്റത്തങ്ങനെ നിരത്തിയിടും. വിവരമറിഞ്ഞ് ഓരോരുത്തര് നമ്മളെ വീട്ടിക്ക് കയറി വരും. അതിൽ പിണങ്ങിയോനുണ്ട്, ദേഷ്യമുള്ളവനുണ്ട്, ഇന്നലെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചവനുണ്ട്, കല്യാണപ്പുരയിൽ കണ്ടവനുണ്ട്, കണ്ടവളുണ്ട്. ആ മയ്യത്തിനെ മുഖം കണ്ട് ഓരോരുത്തരും മാറിയിരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങും. മണിക്കൂറുകൾ കഴിയണ്ട, സെക്കൻഡുകളും മിനിറ്റുകളും കഴിയുമ്പോഴേക്കും ആ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള അടയാളം മയ്യത്തിൽ പടച്ചോൻ കാണിച്ചെന്നിട്ടുണ്ടാകും. ഒന്നുകിലും മൂക്കുന്ന് ചോര വരും, അല്ലെങ്കിൽ ചെവിന്ന് ചോര വരും. ഈ ശരീരത്തിന്റെ ആരോഗ്യവും ആയുസ്സും ജീവനും ഈ ശരീരത്തിലുള്ള 314-ലധികം ഞരമ്പുകൾക്കും പടച്ചോൻ ജീവൻ കൊടുക്കുന്നതും രക്തം പ്രവഹിക്കുന്നതും ജീവനുള്ളതുകൊണ്ടാ. ആ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി കുതിക്കുന്ന രക്തങ്ങൾക്ക് പുറത്തു ചാടാനുള്ള വെപ്രാളുണ്ടാവും. ശരീരത്തിന്റെ ചലനം നിലച്ച് മയ്യത്തെന്ന ഓമന പേര് കിട്ടുമ്പോഴേക്കും ആ രക്തം ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടണം എന്നുള്ള വെപ്രാളത്തിലായിരിക്കും. കഫം പടവയിൽ ചുവന്ന അടയാളം കാണുമ്പോഴേക്കും ആൾക്കാർ പറയും, അധികം വെക്കണ്ടട്ടോ, രക്തം ബ്ലഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും സ്മെല്ല് വരും. അതുകൊണ്ട് പെട്ടെന്ന് നടക്കണം. അന്ന് വരെ ഒറ്റക്ക് കുളിച്ച ആ മനുഷ്യനെ കുടുംബക്കാര് കൂട്ടി അവളെ മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒറ്റക്കഴിച്ച നമ്മളെ ഷർട്ടിന്റെ ബട്ടനുകൾ, ശരീരത്തിലെ വസ്ത്രങ്ങൾ അവരയിക്കും. അന്ന് വരെ ഒറ്റക്ക് കുളിച്ചിരുന്ന നമ്മളുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും മക്കളും മരക്കളും വെള്ളമൊഴിക്കും. അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളുടെ വയറ് ഇടത്തെ കയ്യിൽ ശീല ചുറ്റി മക്കൾ അമർത്തി വിസർജിപ്പിക്കും. അന്ന് വരെ നമ്മൾ വിസർജിച്ചത് ഒരാളും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വിസർജിച്ചത് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ കുടുംബക്കാരും മക്കളും കൈകൊണ്ട് വാരിക്കളയും. അവസാനം കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് കുളിച്ച് സുന്ദരനാക്കി സുന്ദരിയാക്കി വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കും. യാത്ര ചോദിക്കാനുള്ളവരും കൈ കൊടുക്കാനുള്ളവരും ചുംബനം കൊടുക്കാനുള്ളവരും എല്ലാം കൊടുത്തു കഴിയുമ്പം 6 കാലുള്ള കട്ടിലിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ആ വീടിനോട് വിട ചോദിക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ വീട്ടിലില്ല. ആ വീടിന്റെ ഒരു അവകാശവും നമുക്കില്ല. നമ്മൾ കിടന്ന കട്ടിലിൽ പോലും പിന്നെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. കൊണ്ടുപോകുന്ന പള്ളിയുടെ 1-ാമത്തെ സഫിൽ വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് നമസ്കാരം തരും. ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിന്റെ അരികിലേക്ക് ചെല്ലും. ഒരു മനുഷ്യന് നീണ്ടു നവർന്ന് കിടക്കാൻ മാത്രം പാകത്തിലുള്ള 6 അടി മണ്ണിലേക്ക് 3 ആളുകൾ എങ്ങനെയൊക്കെയോ ഭാരം കൂടി ആ മയ്യത്ത് ഇറക്കി വെക്കും. അതിനുശേഷം അതിന്റെ മേലെ സ്ലേബ് ഇടും. ചിലപ്പോ ഉമ്മാര് കണ്ടിട്ടുണ്ടാവില്ല. ഒരു മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പിന്നെ അതിന്റെ മേലെ കുറച്ച് സ്ലേബ് വെക്കും. കുറച്ച് ഉയരത്തിൽ ഒരു കാത്തരി അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും നിങ്ങളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ. ഏതെങ്കിലും ഭാഗത്ത് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും ആ ദ്വാരമടയ്ക്കും. എന്നിട്ട് ആ കബറിൽ നിന്നുള്ളവൻ മുകളിലേക്ക് കയറുമ്പം ഓരോരുത്തരും 3 പിടി മണ്ണ് ആ കബറിലേക്ക് വാരിയിടും. ഓരോരുത്തരും മണ്ണ് വാരിയിട്ട് തുടങ്ങുമ്പോൾ കബറിന്റെ അരികിൽ നിന്ന് ഒരാള് നമ്മൾക്കുള്ള അവസാനത്തെ യാത്രയപ്പിന്റെ ഭംഗിയുള്ള യാത്ര മംഗളം നേരും. ആ യാത്രയപ്പ്, ആ മനുഷ്യരെ ആ തസ്ബീത്ത് ചൊല്ലിയാലേ നമുക്ക് ആ യാത്രയപ്പ് ഭംഗിയാവുക. അതല്ലേ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ളതും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാബിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ,
റബ്ബേ ഈ ഖബർ കിടക്കുന്ന ഖബറാളിക്ക് സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ മലക്കുകളെ പറഞ്ഞയച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അതെന്തേ കാരണം? പണം കൊണ്ടും പവർ കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ നമുക്ക് വിലള്ളൂ. 6 അടി മണ്ണിലേക്ക് വെച്ചാൽ പൈസക്കാരനും പാവപ്പെട്ടോനും മൂക്ക് പതിഞ്ഞോനും നീണ്ടോനും കറുത്തോനും കൊളുത്തോനും അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. പണക്കാരന് കസവിന്റെ നേരിയതിൽ അല്ലടക്കാറുള്ളത്, മണ്ണോട് ചേരുന്ന 3 വെള്ളത്തുണി. പണക്കാരിയാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ പടച്ച റബ്ബിന്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഏതെങ്കിലും ഒരു പർദ്ദയിൽ അടക്കാറില്ല. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തട്ടം പട്ടിന്റെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കാറില്ല. അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ചോനെ ഈ ഖബർ കിടക്കുന്നോന് ഇനി ഒരു ധൈര്യം കൊടുക്കണേ റബ്ബേ എന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ. കാരണം ഒരു മനുഷ്യനെ ഖബറിലേക്ക് ചേർത്ത് നിർത്തി മണ്ണിട്ട് തുടങ്ങുമ്പം ആകാശത്ത് നിന്നും റബ്ബ് പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ ഖബറിലേക്ക് വരും. എന്നിട്ട് ആ ഖബറാളിയെ പതുക്കെ തട്ടി വിളിക്കും. പെട്ടെന്നെന്തോ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റവനെ പോലെ അവൻ എഴുന്നേറ്റിരിക്കുമ്പം ഖബറിന്റെ ഭിത്തിയിലേക്ക് അവനെ ചാരിക്കടത്തും. എന്നിട്ട് റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാൻ. മൻ റബ്ബുക മാ ദീനുക മഹാദർ റസൂൽ മഹാദൽ കിതാബ് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാനുള്ള കഴിവിഞ്ഞു കൊടുക്കണേ നാദാ. കാരണം പടച്ച റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുമ്പം ഉത്തരങ്ങൾ കിട്ടാതെ തപ്പിത്തടയുന്ന അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പൊട്ടം കളിക്കുന്ന അടിമയുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിനക്കുത്തരം കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു അടിമയാക്കി നീ ഇയാൾക്ക് കഴിവ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത ഖബറാളി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് ഖബറിന്റെ 2 ഭാഗം അങ്ങോട്ട് ഇടുക്കിക്കളയും. അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുഅ്മിനാണോ ആരായാലും അത് ആ ഖബറിന്റെ ഭയാനകതയൊന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് സഹാബത്തിന് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടുവിതുമ്പി മുഖം ചുവന്ന് 2 കൈകളും ഇതുപോലെ കോർത്തു പിടിച്ച് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ അങ്ങനെ പടച്ച റബ്ബ് ഖബർ ഇടുക്കിക്കളയുമ്പോൾ നിങ്ങളെ വാരിയൽ ഇതുപോലെ കോർത്തു പോകും. ആ വേദനയിൽ നിങ്ങൾ പൊട്ടിക്കരയുമ്പം ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മേലെയുള്ള മറ്റൊരാൾ കേട്ടിരുന്നെങ്കിൽ ആയുസിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി ഒരാളും ഖബറിന്റെ അരിയിലേക്ക് പോകില്ല. പക്ഷെ മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ കരച്ചിൽ കേൾക്കും, ആ അട്ടഹാസം കേൾക്കും. അതുകൊണ്ട് റബ്ബേ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിക്ക് ഇങ്ങൊരു സമാധാനം കൊടുക്കണേ റബ്ബേ. അധികം നീ ദ്രോഹിക്കല്ലേ റബ്ബേ, കൂടുതൽ നീ ബുദ്ധിമുട്ടിക്കല്ലേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, പടച്ചോനെ എല്ലാ പാപങ്ങളും പൊറുത്ത് എല്ലാ സങ്കടങ്ങളും നീക്കിക്കൊടുത്ത് സ്വർഗത്തിന്റെ ഒരു കവാടം ഈ ഖബറിലേക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ നാഥ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാരും മടങ്ങിപ്പോവും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും ഖബറിന്റെ അടുത്ത് വരാറുള്ളത്? വെങ്ങോലയിലും പെരുമ്പാവൂരിലും അപ്രതീക്ഷിതമായ പല മരണം കണ്ട് ഞെട്ടിപ്പോയ നമ്മള് ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ നമസ്കരിച്ച ഒരു മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പടച്ചോനെ അവരൊക്കെ എങ്ങനെയാ റബ്ബെ ഖബറിൽ ജീവിക്കുന്നത് എന്ന് സ്വന്തം വാപ്പാനെ പോലും ചിന്ത വരാത്ത മക്കളുണ്ട്. സ്വന്തം ഉമ്മാനെ പറ്റി പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ നാവിന്റെ ഓർമ്മ വരാത്ത മക്കളുണ്ട്. പിന്നെ ആരാ നമ്മൾ ഓർക്കുക? അവസാനം 15 മിനിറ്റിന് ശേഷം എല്ലാവരും ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാകും.